തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷ. 15 ലക്ഷം രൂപ പിഴ ചുമത്തി. പിഴത്തുക അമ്മാവൻ ജോസ് സുന്ദരത്തിന് നൽകണം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. വിധി തൃപ്തികരമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. 4 കൊലപാതകവും വെവ്വേറെ കണക്കാക്കിയാണ് കോടതി വിധി. വീട് തീവച്ചതിന് 7 വർഷം കഠിന തടവ്, തെളിവ് നശിപ്പിച്ചതിന് 5 വർഷം. ഇങ്ങനെ 12 വർഷം ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ ജീവപര്യന്തം പരിഗണിക്കൂ. ഏകദേശം 30 വർഷത്തിലധികം കേഡൽ ജിൻസൺ രാജ ജയിലിൽ കഴിയേണ്ടി വരും. 15 ലക്ഷം രൂപ പിഴത്തുക ഒന്നാം സാക്ഷി ജോസിന് നൽകണം. പ്രതിയുടെ അമ്മാവനാണ് ജോസ്. വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പറഞ്ഞു. 7, 5, 12 വർഷം സെറ്റ് ഓഫിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 7, 5, 12 വർഷത്തിന് ശേഷം മാത്രമേ ലൈഫ് ഇംപ്രസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ലൈഫ് ഇംപ്രസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും ഇതിൽ കമ്മ്യൂട്ടേഷനോ റിമിഷനോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ സെറ്റ് ഓഫ് കൺസിഡർ ചെയ്യുള്ളൂ. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും പ്രതിയുടെ പ്രായം കോടതി പരിഗണിച്ചിട്ടുണ്ടാകാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നമ്മുടെ മാക്സിമം പണിഷ്മെൻറ്റിനും ഒക്കെ നമ്മൾ വാദിക്കുന്നു. കോടതി അതിൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ എവിഡൻസുകളും അതിൻ്റെ ചാൻസുകളും എല്ലാം നോക്കിയിട്ട് അത് പരിഗണിച്ചിട്ടാണ് അതിൻ്റെ ശിക്ഷാവിധി തീരുമാനിക്കുന്നത്. കൊലപാതകം നടത്തിയ സമയത്ത് പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മാനസിക വിഭ്രാന്തി അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രതി ചികിത്സ തേടുന്നുണ്ട്. അപ്പീൽ പോകുന്ന കാര്യത്തിലടക്കം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനം. വളരെ ബുദ്ധിപൂർവ്വം കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ബുദ്ധിമാനാണ് പ്രതിയെന്ന് ശിക്ഷാവിധി വാദത്തിനിടെ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച പല കേസുകളും മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ വധശിക്ഷ ഒഴിവാക്കി മറ്റു പല ശിക്ഷകളിലേക്കും പോകുന്ന സാഹചര്യം പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച കീഴ്ക്കോടതി വിധി അങ്ങേയറ്റം സ്വാഗതാർഹമാണെന്നാണ് പ്രോസിക്യൂഷന്റെയും നിലപാട്. ടീം മീഡിയ 1 തിരുവനന്തപുരം.